എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 9 ട്യൂസ്ഡേ 2026. നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം, ഞാൻ ഇന്നലെ പുട്ട് ഓപ്ഷൻ്റെ കുറച്ച് സ്ട്രൈക്ക് പറഞ്ഞു. കുറച്ചല്ല, 23,500 പുട്ടിൻ്റെ കുറച്ച് ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ് നമ്മൾ ട്രേഡ് ചെയ്തത്, അതൊക്കെ എവിടെയൊക്കെയാണ് റെസിസ്റ്റൻസ്, കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സെയിം ലെവല് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 8 മണി ഈവനിങ്ങിൽ കൊടുത്ത ലെവൽസാണ്. അതേപോലെ തന്നെ ഞാൻ അതിനകത്ത് ഓൾമോസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ട്രൈക്ക് 23,500 ഈ ഒരു ലെവൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 230 to 257 ലെവൽസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 3:45 ഈവനിങ്ങിനാണ് ആ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീക്കിലി എക്സ്പയറി ആണ് നമ്മളെ വ്യൂ എന്ന് പറയുന്നത്. നെഗറ്റീവ്, സൈഡ് വേസ് ടു നെഗറ്റീവ്, പിന്നെ കോൾ ഓപ്ഷനിൽ ഇടയ്ക്കൊരു സ്പൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. മാർക്കറ്റിൻ്റെ ഡാറ്റ സൈഡ് വേസ് ടു നെഗറ്റീവ്, അതേപോലെ തന്നെ കോൾ ഓപ്ഷനിൽ ഒരു സ്പൈക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് ഓപ്പൺ ചെയ്തത്? ഓൾമോസ്റ്റ് 280 ഓപ്പൺ ചെയ്തത്, 257 ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അതേപോലെ കോൾ ഓപ്ഷൻ എവിടെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്? കോൾ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഈ ഒരു റേഞ്ച്, ഓക്കെ, 60 റേഞ്ചിൽ 40. സ്വാഭാവികമായിട്ടും എന്താണ്, കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും എവിടെയാണ് ഓപ്പൺ ചെയ്തത് അതിൻ്റെ താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, മാർക്കറ്റിൽ സൈഡ് വൈസ് ആണ് ഉള്ളത്. ഓക്കെ, അതിനുശേഷം കോൾ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രൈസ് നിന്ന് നേരെ താഴെ വന്നിട്ടുണ്ട്. എന്താണ്, മാർക്കറ്റ് നെഗറ്റീവ് ആണ്. പിന്നെ കോൾ ഓപ്ഷനിൽ എന്താണ്, ഒരു സ്പൈക്ക് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എന്താണ്, 20 രൂപയുള്ള പ്രീമിയം ഒരു 80 വരെ പോയി, ആ സാധനം തിരിച്ച് 40-ലെത്തിപ്പോയി അല്ലേ. അപ്പോൾ സ്പൈക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്തായിരുന്നു? മാർക്കറ്റിൻ്റെ ട്രെൻഡ്, മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്തത് നോക്കാം നമുക്ക് ആദ്യം. ഓപ്പൺ ചെയ്ത് എവിടെയാണ്? ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്ന് മാർക്കറ്റ് എന്താണ്, നെഗറ്റീവ് വന്നു. അതിനുശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് തിരിച്ച് അവിടെ വരെ പോയി. അപ്പോൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് എന്താണ്, നെഗറ്റീവും വന്നു, സൈഡ് വേസും ആയി, കോൾ ഓപ്ഷനിൽ സ്പൈക്കും. ഇത്രയും കാര്യങ്ങൾ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. നമുക്ക് പ്രോപ്പറായിട്ടൊരു ട്രെൻഡ് ഇല്ല, അതുകൊണ്ടാണ് സൈഡ് വേസ് ടു നെഗറ്റീവ് ബട്ട് സൈഡിലൊരു സ്പൈക്ക് വരുമെന്ന് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ റീഡ് ചെയ്തെടുക്കുന്നത് FIS DIs. പിന്നെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളാണ് ഈ FIS DIs അല്ലേ. അപ്പോൾ അവരുടെ പൊസിഷൻസ് നോക്കിയിട്ടാണ് നമ്മൾ എക്സ്പയറി എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ടെലിഗ്രാമിൽ ഉണ്ടെങ്കിൽ എല്ലാ ദിവസങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കാണാൻ പറ്റും. മാർക്കറ്റ് ബുള്ളിഷാണ്, ബെയറിഷാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, രാത്രി തന്നെ വ്യൂസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ എല്ലാ വ്യൂസും ഓൾമോസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വ്യൂസ് എല്ലാം കറക്റ്റ് ആവാവുന്നുണ്ട്. ഇന്നലെ കൊടുത്ത വ്യൂസും കറക്റ്റായി, മിഞ്ഞാന്ന് കൊടുത്തതും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസങ്ങളിലും നമ്മളെ വ്യൂ എന്ന് പറയുന്നത് കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എവിടെ ബുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രേഡിൽ എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഈ വ്യൂ അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ അല്ലാതെ മാർക്കറ്റിൽ ബുള്ളിഷാന്ന് വെച്ചിട്ട് നമ്മൾ കണ്ണടച്ച് സി എടുത്ത് ഹോൾഡ് ചെയ്യോ അല്ലെങ്കിൽ പുട്ടെടുത്ത് ഹോൾഡ് ചെയ്യില്ല. നമ്മൾ എടുക്കുന്ന ട്രേഡ് നമ്മൾക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്കെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാർക്കറ്റിൻ്റെ ഡാറ്റ പക്ക ബീറിഷ് ആണെങ്കിൽ നമ്മൾ പുട്ട് ഓപ്ഷനിൽ നമുക്കൊരു ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ കൂടെ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡാറ്റ എന്താണ്, സൈഡ് വേസ്റ്റ് നെഗറ്റീവ്, സി സൈഡിൽ സ്പൈക്ക് വരുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലെ ഒരുപാട് പോയിന്റ് നോക്കാൻ വേണ്ടി പറ്റത്തില്ല. കാരണം മാർക്കറ്റ് എനി ടൈം എന്താണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകും, അല്ലെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിട്ട് ഡീക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പർ എൻട്രി ആയിരിക്കണം, പ്രോപ്പർ എക്സിറ്റ് ആവണം നമ്മളെ ലെവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, നിഫ്റ്റിയുടെ ഫ്യൂച്ചർ നിങ്ങൾ ഇന്നലെ ഈ ലെവൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ ഞാൻ ഇന്നലെ കൊടുത്ത എന്താണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്ത റെസിസ്റ്റൻസ് ആണ്. അവിടുന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ താഴെ വന്നിട്ടുണ്ട്. ഏകദേശം പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾ നോക്കിയാൽ 144 പോയിന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പുട്ട് ഓപ്ഷൻ. ഓക്കെ, പുട്ട് ഓപ്ഷനിൽ ഇന്നലെ നിങ്ങളെ വീഡിയോ കണ്ടിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എവിടെയാണ്. നമ്മളിവിടെ പുട്ട് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാൻ പറഞ്ഞ ഗ്രൂപ്പിൽ ഇന്നലെ മെസ്സേജ് കൊടുത്തതാണ്. ആ സെയിം ലെവലിലാണ് നമ്മൾക്ക് ഇന്ന് രാവിലെ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് വന്നു, നമ്മുടെ ഏരിയയിൽ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ആക്റ്റീവായി. ഏകദേശം എന്താണ്, 249 ഏകദേശം 387 വരെ. 387 എന്ന് പറയുന്നത് നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഓക്കെ, ഇന്നലെ ഓപ്പൺ ആയിട്ട് നമ്മൾ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നമ്മുടെ റെസിസ്റ്റൻസിലാണ്, അവിടുന്ന് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ലെവലിലാണ് നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഹൈ എന്ന് പറയുന്നത് 135 പോയിന്റാണ്. മാർക്കറ്റ് ആകെ മൂവ് ചെയ്തത് എത്രയാണ്, 140 പോയിന്റാണ് ഡൗൺ സൈഡിലേക്ക്. നമ്മളെ പ്രീമിയം, നമ്മളിത് എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയാണ് പ്രീമിയം. അതിനകത്ത് എന്താണ് 135 പോയിന്റ് മാർക്കറ്റിൽ മൂവ് ചെയ്തു. അതിനുശേഷം എന്താണ്, നമ്മളെ റെസിസ്റ്റൻസ് ഏരിയയിൽ മാർക്കറ്റ് വന്നു. എത്ര മണിക്കാണ് വന്നിട്ടുള്ളത്?
11.25 നമ്മളെ റെസിസ്റ്റൻസ് ഏരിയയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ഒരു കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നോക്കാം. 11.25 എന്താണ് കോൾ ഓപ്ഷൻ്റെ പ്രീമിയം നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് 11.25? ഓക്കെ, 11.25 എന്നുള്ളത് ഓക്കെ, ഇതാണ് പ്രീമിയം അല്ലേ. ഏകദേശം എന്താണ് 20 റുപ്പീസിലുണ്ടായിരുന്ന പ്രീമിയം ഏകദേശം 80 റുപ്പീസ് വരെ പോയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എത്ര പോയിന്റാണ് നമുക്ക് എസ് എൽ വരിക? മാക്സിമം പോയ ഒരു 5 പോയിന്റാണ് എസ് എൽ വരിക. അപ്പോൾ ഇവിടെ നമുക്ക് ആ പുട്ടിൻ്റെ പ്രീമിയം നോക്കിയിട്ട് ജസ്റ്റ് ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ പോലും എത്രത്തോളം പോയിന്റ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അവിടെ നിന്ന് ഒറ്റടിക്ക് പോയിട്ടില്ല. ഒറ്റടിക്ക് ഏകദേശം എന്നാലും എന്താണ് 20 രൂപയുടെ പ്രീമിയം ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 55 വരെ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് കാരണം ഞാൻ ആ കൊടുത്തിട്ടുണ്ടായിരുന്ന പുട്ടിൻ്റെ പ്രീമിയം ഒരു കോളിൻ്റെ പ്രീമിയമാണ്. കോളിൻ്റെ പ്രീമിയത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, കാരണം ഇതിൻ്റെ താഴെ സെല്ലി സൈഡാന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് കോൾ സൈഡിൽ നമുക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ ഓൾറെഡി പുട്ടിൻ്റെ പ്രീമിയം എന്താണ് പുട്ടിൻ്റെ പ്രീമിയത്തിലെ റെസിസ്റ്റൻസിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം നമ്മുടെ ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ലെവലിൻ്റെ താഴെയായിരുന്നു മാർക്കറ്റ് ഇന്നലെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഒരു വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വോളിയം പ്രൊഫൈൽ എന്ത് ചെയ്യുക, വോളിയം പ്രൊഫൈൽ ഒന്ന് പ്ലോട്ട് ചെയ്യുക. ഈ ഒരു ലോയിലേക്ക് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കറ്റ് ട്രാപ്പ് ആയത് ഈസി ആയിട്ട് മനസ്സിലാവും. എവിടെയാണ് ട്രാപ്പ് ആയത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾക്കറിയാം എവിടെയാണ് മാർക്കറ്റിൽ ട്രാപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റീടെസ്റ്റ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്താണ് ഏകദേശം 40 നിന്നുള്ള 80 നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രീമിയം ഡബിളാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഡിസ്കൗണ്ടിൽ എവിടെയാണ്? ഡിസ്കൗണ്ടിൽ നിന്നുള്ള 40 നിന്ന് ഏകദേശം 60 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾ ഗ്രൂപ്പിൽ മെസ്സേജ് കാണുന്ന ആളുകൾ ഈ ട്രാപ്പ് കണ്ടുപിടിക്കുക. എവിടെയാണ് ഞാൻ വരച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ട്രാപ്പ് എവിടെയാണ് എൻട്രി എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതേപോലെ പുട്ട് ഓപ്ഷൻ്റെ നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഇന്നലെ കൊടുത്തതാണ്, വീഡിയോയിൽ കൊടുത്തതാണ്, ഗ്രൂപ്പിൽ പറഞ്ഞതാണ്, ഗ്രൂപ്പിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. കറക്റ്റ് ആ ലെവലിൽ നല്ലപോലെ തന്നെ മാർക്കറ്റ് വർക്ക് ചെയ്തു. അവിടെ നിന്ന് ചെയ്തു. അതേപോലെ തന്നെ താഴോട്ട് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡാറ്റയും കറക്റ്റാണ്, നമ്മളെ പുട്ട് ഓപ്ഷൻ എൻട്രിയും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചത്. ഇതൊന്നും ഞാൻ ലൈവായിട്ട് ഇപ്പം വരച്ചതല്ല. ഇതെല്ലാം ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഇന്നലെ നൈറ്റിൽ കൊടുത്ത ലെവൽസുകളാണ്. ആകെ കൊടുക്കാതിരുന്നത് കോൾ ഓപ്ഷൻ്റെ ഈ ട്രാപ്പ് മാത്രമാണ്. ബാക്കിയുള്ള കോൾ ഓപ്ഷൻ്റെ മേലത്തെ ലെവൽ നമ്മൾ കൊടുത്തതാണ്, നിഫ്റ്റിയുടെ ലെവൽ കൊടുത്തതാണ്. അതേപോലെ ഈ 23,500 പുട്ടിൻ്റെ ലെവൽസും കൊടുത്തതാണ് ഗ്രൂപ്പിനകത്ത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ജസ്റ്റ് BTCയിലേക്ക് പോവാം. BTCയിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ട്രേഡ് നമ്മൾ ബൈ ട്രേഡ് ഹോൾഡ് ആണെന്ന്. സ്റ്റിൽ ആ ട്രേഡ് ടാർഗറ്റും ആയിട്ടില്ല, SL ആയിട്ടില്ല, ആ റേഞ്ചിൽ കളിക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ബൈ വന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് നമുക്ക് നമ്മളെ റിസ്ക് എന്ന് പറയുന്നത് ഏകദേശം 664 പോയിന്റാണ്, ഏകദേശം 2500. ഓക്കെ, ഈ വന്നോ 2000 പോയിന്റ് എക്സ്ട്രാ നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് മാർക്കറ്റ് വീണ്ടും സൈഡ് വൈസ് ആയി മാർക്കറ്റ് ആ റേഞ്ചിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോൾഡ് ആണെങ്കിലും ഗോൾഡും പക്ക സൈഡ് വൈസ് ആയിട്ടാണ് ഉള്ളത്. ഇന്നലെ കണ്ടിട്ടുണ്ടാവും വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 60 എബോ ആണ് നമുക്ക് ബൈ ഉള്ളത്. 50 എന്നാണ് ഇന്നലെ മാർക്കറ്റിൽ എന്ത് വന്നിട്ടുള്ളത്, സെല്ല് വന്നിട്ടുള്ളത്. ഇന്നും അതേപോലെ തന്നെ 50 എന്നാണ് മാർക്കറ്റിൽ സെല്ല് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം പ്രോപ്പറായിട്ട് ട്രെൻഡ് ഇല്ല. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഓൾമോസ്റ്റ് ഈ ഒരു ലോ ഒക്കെ ഇന്നലെ വൈകുന്നേരം നമ്മൾ വീഡിയോ ചെയ്തത് മുതൽ മാർക്കറ്റ് ഇപ്പോഴും ഒരു 25 പോയിന്റിലാണ് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 1 ഡേ കഴിഞ്ഞ് 24 മണിക്കൂർ 25 മണിക്കൂറായി. 25 മണിക്കൂർ മാർക്കറ്റ് ആകെ 26 പോയിന്റിനകത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 26 to 30 മാക്സിമം ഒരു 30 പോയിന്റിനകത്താണ് മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഒരു പോയിന്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം ഒരു കോൾ ഓപ്ഷൻ അല്ല, ഒരു ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് 60 അബോ ആയിരിക്കും ഒരു ബൈ ട്രെൻഡ് കിട്ടുക. 50ൽ നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, 88 വരെ മേലെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പി ലെവൽസ് വേണ്ട ആളുകൾക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നാസ്താക്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. പക്ഷേ നാസ്താക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്ത് പോയി. കറക്റ്റ് നമ്മുടെ ലെവലിൻ്റെ മേലെ നമുക്ക് കറക്റ്റ് വ്യൂ ആയിരുന്നു, ഇതിൻ്റെ മേലെ ബുള്ളിഷ് ആവുന്നു. പക്ഷേ നമുക്കൊരു പ്രോപ്പർ റീടെസ്റ്റ് തരാതെയാണ് മാർക്കറ്റ് മൂവ് ചെയ്ത് പോയത്. ഏകദേശം ക്ലോസിങ് കൂടി ആയിരുന്നു. നമ്മളൊരു ഈ ഒരു ലെവലിൽ വരികയാണെങ്കിൽ എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു വന്നത്. പക്ഷേ വ്യൂ കറക്റ്റായി മാർക്കറ്റിൽ ഓൾമോസ്റ്റ് 478 പോയിന്റ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ഒരു ലെവലിലാണ്. പക്ഷേ ഈ ലെവലിൽ വന്നിട്ടില്ല. ഓക്കെ, സ്റ്റിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ നെക്സ്റ്റ് ഒരു ട്രേഡ് ഈ ഒരു സോണിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ബൈ പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സോണിൽ ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാത്തത് നെക്സ്റ്റ് ഒരു ഡിസ്കൗണ്ട് ബൈ എന്ന് പറയുന്നത് ഈ ഒരു സോണിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ടാർഗറ്റിൽ വേണ്ടിയിട്ട്. ഓക്കെ, കിട്ടുകയാണെങ്കിൽ ആ ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലെ നാളത്തേക്കുള്ള ലെവൽസ് ഞാൻ വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പിൽ കൊടുക്കുന്നതാണ്. എല്ലാ ദിവസങ്ങളും നമ്മൾ ഒറ്റ ദിവസങ്ങളിലും മിസ്റ്റേക്ക് വരുത്താറില്ല. ഒറ്റ ദിവസങ്ങളിൽ നമ്മൾ അവിടെ കൊടുക്കാതിരുന്നില്ല. എല്ലാ ദിവസങ്ങളും രാത്രി നമ്മൾ നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ ഡാറ്റ എല്ലാം നമ്മൾ വോളിയം പ്രൊഫൈലിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ,
പിന്നെ ഗോൾഡ് സൈഡ് വൈസ് ആണ്. അപ്പോൾ അതിനുശേഷം ഒരു ട്രെൻഡ് ഉണ്ടാവുകയാണെങ്കിൽ ഗോൾഡിൻ്റെ ട്രേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ 25-30 പോയിന്റിനകത്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും വലിയൊരു ടാർഗറ്റ് നോക്കാൻ വേണ്ടി പറ്റില്ല. 5-6 പോയിന്റൊക്കെയാണ് നമുക്ക് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗോൾഡിലുള്ള ട്രേഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം കൂടുതലായിട്ട് വോളിയം പ്രൊഫൈൽ ആർക്കെങ്കിലും പഠിച്ചിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ, കാരണം നിങ്ങൾക്ക് ലാസ്റ്റത്തെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം ആക്ട് ചെയ്യുന്നുണ്ട്, എത്രത്തോളം പവർഫുൾ ആണ്, എത്ര ചെറിയ പോയിന്റിൽ എസ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ലെവലിൽ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആ ലെവലിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് വരുമ്പോൾ ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം മാർക്കറ്റ് വരുന്നുണ്ട് അത്രയും പ്രാവശ്യം നമ്മൾ ലെവലിൽ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വോളിയം ബേസ്ഡ് ആണ്. വോളിയം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ പോലെയുള്ള റീറ്റെയിലേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റിൽ ഹെവി വോളിയം വരില്ല. ഹെവി വോളിയം വരണമെങ്കിൽ എന്താണ്, സ്വാഭാവികമായിട്ടും ഓപ്പറേറ്റേഴ്സ് ട്രേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് ഹെവി വോളിയം വരുള്ളൂ. അപ്പോൾ അതിൻ്റെ റീടെസ്റ്റ്മെൻ്റ് ആണ് നമ്മളെ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പവർഫുൾ സാധനമാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.